PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. PM കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് ഇതുവരെ 19 ഗഡുക്കളാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി ലഭിക്കാനുള്ളത് 20ാമത്തെ ഗഡുവാണ്. 20ാം ഗഡു ലഭിക്കണമെങ്കിൽ കർഷകർ കൃത്യമായി 3 കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഒന്ന്, ഭൂമി പരിശോധന, അതായത് ലാൻഡ് സീഡിംഗ്, അതായത് നിങ്ങളുടെ ഭൂമിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. രണ്ടാമത്തത് EKYC, എന്നാൽ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഗഡു ലഭിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു പ്രശ്നവും നേരിടാതിരിക്കാൻ ഈ 3 കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കണം. മറ്റൊരു അറിയിപ്പുള്ളത്, PM കിസാൻ സമ്മാൻ നിധി ഒരു കുടുംബത്തിലെ തന്നെ 2 പേർക്ക് ലഭിക്കില്ല. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും 2 പേർക്കും PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കില്ല. അങ്ങനെ ഒരു കുടുംബത്തിലെ തന്നെ 2 പേർക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുന്നുണ്ട് എങ്കിൽ അവർ സ്വയം ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാകേണ്ടതാണ്. PM കിസാൻ സമ്മാൻ നിധിയുടെ 19ാമത്തെ ഗഡു ഫെബ്രുവരി 24-നാണ് വിതരണം ചെയ്തത്. 9.8 കോടിയിലധികം കർഷകർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിച്ചത്. ഇനി 20ാമത്തെ ഗഡുവിൻ്റെ വിതരണമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിതരണ ലിസ്റ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. 20ാമത്തെ ഗഡുവിൻ്റെ അത് നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. pmkisan.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൻ്റെ സ്റ്റാറ്റസ്, അതിലെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വില്ലേജിലുള്ള PM കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നവരുടെ ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ജൂൺ മാസം ആദ്യം തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ വിതരണം ഉണ്ടാകുമെന്ന് പറയുന്നു. ജൂൺ 5 ഏകദേശം ഒരു ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ല. ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമെന്നും അറിയിപ്പുകൾ വരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.